അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരിൽ പുതുതായി ഉണ്ടായ ഒരു കള്ളത്തരീക്കത്തിനെ കുറിച്ച് അറിയാത്തവർ കുറവായിരിക്കും. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൽ നിന്നും അതുപോലെ എടുത്ത ബിരുദത്തിൽ നിന്നൊക്കെ രാജിവെച്ച് ഒരു പുതിയ മുന്നണി ഉണ്ടാക്കി കള്ളത്തരീക്കത്ത് പ്രചരിപ്പിച്ച് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വളരെയധികം അകന്നു പോയ കുരുവട്ടൂർ ടീം ഇന്ന് ഞാൻ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടു. സത്യത്തിൽ കുരുവട്ടൂരികളെ കബറടക്കി. ഇത്രയും ഉഷാറായി സുതാര്യമായി മറുപടി പറയാൻ പോലും കഴിയാത്ത നിലയിൽ കുരുവട്ടൂരികളെ അടിച്ചൊതുക്കിയ ഹാരിസ് മദനി ഉസ്താദിന് അഭിനന്ദനം അറിയിക്കുകയാണ്. എന്തൊരു വ്യക്തമായിട്ടാണ് ആ പറഞ്ഞത്. ഇബിലീസിനെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ വേണ്ടി കുറേ ശ്രമം നടത്തുകയാണ് കുരുവട്ടൂർ നൗഷാദ്. ഇബിലീസ് പിഴച്ചു പോയത് കാലാകാലം അവൻ പിഴച്ചത് തന്നെയാണ് എന്ന വാദം തള്ളി മാറ്റിയിട്ട് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി CM മടവൂർ അവർകൾ അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തട്ടെ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാൻ അവറുകളുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ നടക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഷിയാക്കൾ അലി റളിയല്ലാഹുവിൻ്റെ പേര് പറയുന്നത് പോലെ അലി റളിയല്ലാഹുവിനും ഷിയയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതുപോലെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയും ഈ കുരുവട്ടൂരികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മഹാനവറുകളൊക്കെ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവരെ ശരിക്ക് ആപ്പീസ് പൂട്ടിയിരുന്നു. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ജോലിയാണ്, ഒരു തൊഴിൽ. അതിനുവേണ്ടി CM വലിയുല്ലാഹി തങ്ങളെ മറയാക്കി മഹാനവറുകളെ സ്നേഹിക്കുന്നവരുടെ കൽബിൽ പോലും വെറുപ്പുണ്ടാക്കുന്ന പ്രവർത്തനമാണ് സത്യത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CM വലിയുല്ലാഹിയെ ജീവിതത്തിൽ പലപ്പോഴും കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അൽഹംദുലില്ലാ. ഇവർ പല ആളുകളും CM വലിയുല്ലാഹിയെ കണ്ടിട്ടില്ല, കേട്ട പരിചയമാണ്. കേട്ട നീ അവിടെ നിൽക്ക്, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന നിലയിൽ ഇല്ലാത്ത കുറേ പച്ചക്കളവുകൾ CM വലിയുല്ലാഹിനെ കുറിച്ച് അവരിങ്ങനെ പറയുന്നു കേട്ടാൽ റസൂലുള്ളാഹി അല്ലൊന്നുമല്ല, ഇവരെല്ലാം CM വലിയുള്ളയാണ്. അതിനേക്കാളും അപ്പുറം റസൂലുള്ളാഹിക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് തോന്നിപ്പോകുന്ന വാക്കുകളാണ് ഇവരുടെ വായിൽ നിന്ന് വഴുന്നത്. ഇബിലീസിനെ CM വലിയുള്ള നന്നാക്കിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ചങ്ങായി തനിച്ച കുഫിരിയത്ത് പാട്ടും പാടി വന്നതിന് മറുപടി പറയാൻ വേണ്ടി, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് നൗഷാദ് ശ്രമം നടത്തുന്നത്. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ വിഫലമാകുന്ന നിലക്ക് കുറച്ച് ദിവസങ്ങളായി ഹാരിസ് മദനി ഉസ്താദും നൗഷാദും തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ സത്യത്തിൽ അവസാനം ഇന്ന് കണ്ട വീഡിയോ സത്യത്തിൽ അതൊക്കെ നിങ്ങൾ കാണേണ്ടതാണ്. ഞാൻ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാറില്ല, കമൻറ്റിലിടാം. എന്തായാലും വലിയ ഉഷാറായിട്ടുണ്ട്. ഇങ്ങനെ സത്യത്തെ മറച്ചു വെക്കുന്ന ഈ വിഘടനവാദികളെ, സത്യമറിഞ്ഞിട്ടും സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുര ഉസ്താദിനെയും പ്രസ്ഥാനത്തെയും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവർ. പക്ഷേ അതൊന്നും നടക്കുന്ന, സ്വപ്നത്തിൽ പോലും നടക്കുന്ന കാര്യമല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. എന്താണ് സുന്നി പ്രസ്ഥാനം എന്ന് നൗഷാദിന് നന്നായി അറിയാം. ഈ പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം വളർന്നത്, ഈ പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ക്ലിയറായത്. പക്ഷെ ഇപ്പോൾ വഹാബികളുടെ ചാരനായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു വീഡിയോ കണ്ട് ഹാരിസ് മദനി ഉസ്താദ് അടക്കമുള്ള എല്ലാവരെയും നീ അവന് പൊട്ടന് എന്നൊക്കെ വിളിക്കുന്ന ആ വ്യക്തി ഹുസൈൻ സലഫിനെ അദ്ദേഹം ബഹുമാനത്തോടു കൂടെ വിളിക്കുന്നത് അദ്ദേഹം. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തിരിയുന്നുണ്ട്, എല്ലാം മനസ്സിലാകുന്നുണ്ട്. കാരണം കുറേ വഹാബികൾക്കെതിരെ അന്ന് കളിച്ചതൊക്കെ രഹസ്യമായി അവരോടുള്ള ബന്ധവും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇവരുടെ ഷിർറ് ആരും കുടുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ്. വളരെ ഉഷാറായിട്ടുണ്ട്. അതുപോലെ സത്യത്തിൻ്റെ മറച്ചു വെച്ചിട്ട് അസത്യം പ്രചരിപ്പിക്കുന്ന ഈ കപടന്മാർക്കെതിരെ
ശക്തമായ ആരും അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം എന്നറിയോ? ഇദ്ദേഹം ഷായറെ മുബാറക്ക് തുടങ്ങിയ ആ ഘട്ടത്തിൽ എ പി ഉസ്താദിനെയും ഷായറെ മുബാറക്കിനെയും അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടായി. ആ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ ഉസ്താദിനെ മദ്ഹ് പറയുന്ന കൂട്ടത്തിൽ നൗഷാദിൻ്റെ വായയിൽ നിന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ ഉസ്താദ്, ഖമറുൽ ഉലമ എന്ന് പറഞ്ഞു, ഖമറുൽ ഉലമക്കെതിരെ ഒരക്ഷരം പറയില്ല. കാരണം അങ്ങനെ എന്തായാലും പറഞ്ഞു പോയാൽ അന്നെനിക്ക് മാനസിക രോഗമാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് എന്തോ മാനസിക രോഗം പിടിപെട്ടിട്ടുണ്ട്. കുരുത്തക്കേട് പിടിപെടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമുക്കൊരു പാഠമുണ്ട്. കുരുത്തക്കേട് തന്നെ മുറാത്തുല്ലാദാബി ഔലാമിനൽ ഹക്കാം, അദബുകൾ പാലിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അദബുകൾ പാലിക്കൽ ശറയ്യായ ഹുക്കുമുകളെക്കാൾ കടുപ്പാണ് അദബ് ഉണ്ടാവുക എന്നുള്ളത്. അദബുകേട് കാണിച്ചാണ് ഇബ്ലീസിനൊക്കെ പറ്റിയ കേട്. ഇബ്ലീസിന് പറ്റിയ കേട് കിബിറും അദബ് കേടും. ഇതുതന്നെയാണ് ഇപ്പോൾ ഇവർക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിച്ച ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ഇതുവരെ ഭക്ഷണം തന്ന് പോറ്റി വളർത്തിയ സ്ഥാപനത്തെയും അതിലുള്ള പണ്ഡിതന്മാരെയും ഒക്കെ ആക്ഷേപിച്ചിട്ട് പുതിയ മതം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ആ ശ്രമമാണ് സത്യത്തിൽ ഇവിടെ പൊളിഞ്ഞു പോയത്. ഹാരിസ് മദീനി ഉസ്താദ് പൊളിച്ചത്. ഹാരിസ് മദീനി ഉസ്താദിൻ്റെ ആ വീഡിയോ എല്ലാവരും കാണണം. ഞാൻ കമൻറ്റിൽ അത് ഇടാമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല സത്യത്തെ വിജയിപ്പിച്ച് ബാത്തിലിനെ പരാജയപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്.